എല്ലാവർക്കും നീതൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ലോങ് റോഡ് ട്രിപ്പ് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് എന്തെല്ലാം തയ്യാറെടുപ്പുകൾ അതിനായിട്ട് വേണം എന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ വേറെ സ്റ്റേറ്റുകളിലേക്കൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ റീസെൻ്റ്ലി ഒരു ഡൽഹി ടു കേരള ഒരു ട്രിപ്പ് നടത്തുകയും കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ ഡൽഹിക്ക് ഇങ്ങ് വന്നതും റോഡ് മുഖേനയായിരുന്നു, കാറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തിയ തയ്യാറെടുപ്പുകളും പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് വണ്ടിയുടേതായ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ വണ്ടി സർവീസിന് കൊടുത്തിരുന്നു. അതായത് ഒരു 2-3 ദിവസം മുന്നേ കാറ് സർവീസ് ചെയ്യാൻ കൊടുത്തിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മറന്നു പോവാതെയും വിട്ടുപോകാതെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിൽ ജനറലായിട്ട് വണ്ടി സർവീസ് ചെയ്യാനായിട്ട് വർക്ക്ഷോപ്പിൽ ഏൽപ്പിക്കുക. എല്ലാ ഫിൽറ്റേഴ്സും ചേഞ്ച് ചെയ്യാനായിട്ട്, അതായത് ഓയിൽ ഫിൽറ്റേഴ്സ്, AC-യുടെ ഫിൽറ്റേഴ്സ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഫ്രണ്ട് ആൻഡ് ബാക്ക് ബ്രേക്കുകൾ ചെക്ക് ചെയ്യിക്കണം അവരെ കൊണ്ട്. പിന്നെ റേഡിയേറ്റർ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ആവശ്യകത ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഒത്തിരിയും കിലോമീറ്റേഴ്സുകൾ ഓടി മാറാനുള്ളതല്ലേ, അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റുകൾ ചെക്ക് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യിപ്പിക്കണം. അത് ടയർ നോക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റെപ്പിനി നമ്മൾ ചെക്ക് ചെയ്യിക്കണം, അത് കറക്റ്റായിട്ടാണോ, അതിൻ്റെ നല്ല ടയറാണോ, അതിൻ്റെ എയർ നന്നായിട്ടുണ്ടോ എന്നൊക്കെ അതും ചെക്ക് ചെയ്ത് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഓവറായിട്ട് നമ്മൾ എയർ ഫില്ല് ചെയ്യിക്കരുത്. നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുള്ള അതേ എമൗണ്ട് എയർ മാത്രമേ ടയറിൽ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നോക്കണം. പിന്നെ ഹെഡ്ലൈറ്റ്സുകൾ അതിൽ ഡിം ലൈറ്റും പിന്നെ ബ്രൈറ്റ് ലൈറ്റും ഒക്കെ ചെക്ക് ചെയ്യിക്കണം. പിന്നെ ബ്രേക്ക് ലൈറ്റ്, പിന്നെ നമ്മുടെ റിവേഴ്സ് ലൈറ്റുകൾ, ഇതെല്ലാം എല്ലാ ലൈറ്റുകളും ചെക്ക് ചെയ്യാനായിട്ട് അവർ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളും കൂടി കൺഫേം ചെയ്യണം. പിന്നെ ആണെങ്കിൽ വൈപ്പേഴ്സ് ഫ്രണ്ടും റിയർ വൈപ്പേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യിക്കണം. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് വാഷർ, അത് അതിൻ്റെ ടാങ്ക് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് അത് ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡ്രൈവറിൻ്റെ കംഫർട്ടബിലിറ്റി. അതിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ഇരിക്കുന്ന സീറ്റ് കുഷ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. കാരണം ലോങ് ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് സീറ്റ് കൂടാതെ ഒരു കുഷ്യൻ ഉണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ കംഫർട്ടബിലിറ്റിയാണ്. പിന്നെ നെക്കിന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കുഷ്യനുകൾ മേടിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ഒത്തിരിയും ദൂരം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കുറച്ച് ഹെഡിന് വെച്ച് റെസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ അതും കൂടി വാങ്ങിക്കുക. അതെല്ലാം കാര്യങ്ങളാണ് ഡ്രൈവറിൻ്റെ കംഫർട്ടബിലിറ്റിക്ക് വേണ്ടി വേണ്ടത്. പിന്നെ വണ്ടിയിൽ പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞങ്ങൾ പോകുന്നതിന് മുന്നേ തലേ ദിവസം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു വെച്ചിരുന്നു. പെട്രോളും ഡീസലും എപ്പോഴും പോകുന്നതിന് മുന്നേ തലേ ദിവസമേ അടിച്ചു വെക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ രാവിലെ ധൃതിപ്പെട്ട് ഇറങ്ങി പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. പിന്നെ പെട്രോൾ പമ്പിൽ കയറി സമയം കളയേണ്ടതില്ലല്ലോ. അപ്പോൾ തലേ ദിവസമേ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്ടാഗാണ്. നമ്മൾ ഒരു 2000 രൂപയ്ക്കോ അല്ലെങ്കിൽ 3000-ത്തിനിടയിൽ ഫാസ്ടാഗ് ചാർജ് ചെയ്ത് വെക്കണം. അതും തലേന്ന് തന്നെ ചാർജ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ തിരക്കിൻ്റെ ഇടയിൽ നമ്മളത് ചിലപ്പോൾ വിട്ടുപോയെന്ന് വരും. ഇത്രയാണ് വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ലോങ് ട്രിപ്പിന് മുമ്പായിട്ടുള്ളത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡ്രസ്സ്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ 3-4 പേരുണ്ടാവുമല്ലോ.
അപ്പോൾ അത് അവർക്ക് മാറാനുള്ള ഡ്രസ്സുകൾ എല്ലാം കൂടി ഒരു ബാഗിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം രാത്രിയിൽ നമ്മൾ സ്റ്റേ ആയിരിക്കുമല്ലോ, അപ്പോൾ അത് എല്ലാ ബാഗുകളും എടുത്തുകൊണ്ട് പോകാതെ അത്യാവശ്യമുള്ള ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സുകൾ എടുത്തു വെച്ചിരിക്കുന്ന ബാഗുകൾ മാത്രം എടുത്ത് ഹോട്ടലിലേക്ക് പോയാൽ മതിയല്ലോ. ഓർണമെൻറ്റ്സോ അതുപോലെ പൈസയോ ഒക്കെ അടങ്ങുന്ന സാധനങ്ങളും ഒക്കെ നമ്മൾ ആ ഹോട്ടലിലോട്ട് കൊണ്ടുപോകുന്ന ലഗേജിനകത്ത് വെച്ച് കൊണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും സേഫ്. ലോങ് ട്രിപ്പിൽ നമ്മൾ ഇച്ചിരി അയഞ്ഞ ഡ്രസ്സുകൾ ധരിക്കുന്നതായിരിക്കും നല്ലതും കംഫർട്ടും. അതായത് ജീൻസ് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. കോട്ടൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക, അതും അയഞ്ഞത്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ വെക്കാനായിട്ടും ഒരു ബാഗ് കരുതുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ ഓരോ ദിവസവും ചേഞ്ച് ചെയ്യുന്ന ഡ്രസ്സുകൾ വീണ്ടും നല്ല ഡ്രസ്സിൻ്റെ കൂടെ വെക്കാതെ വേറൊരു ബാഗിനകത്ത് പ്രത്യേകം മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ നനഞ്ഞ ഡ്രസ്സുകളോ ഒക്കെ വെക്കാനായിട്ട് പ്ലാസ്റ്റിക് കവറുകൾ കരുതുന്നതും നല്ലതായിരിക്കും. ഡെയിലി നെസസറി ഐറ്റംസ് ആയ സോപ്പ്, ചീപ്പ്, പിന്നെ ഫേസ് വാഷ്, പിന്നെ മേക്കപ്പ് ഐറ്റംസ് ലേഡീസ് ഉണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരു പൗച്ചിനകത്തോ അല്ലെങ്കിൽ ബാഗിനകത്തോ ഹാൻഡ് ബാഗിനകത്തോ വല്ലതും ആക്കി അതും കൂടി കരുതുന്നത് സെപ്പറേറ്റ് ആയിട്ട് കരുതുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ വലിയൊരു ട്രോളി ബാഗിനകത്ത് ഓരോ ദിവസം മാറാനുള്ള ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇതും ഒരു ബാഗിനകത്താക്കി വെക്കുന്നതായിരിക്കും നല്ലത്, സെപ്പറേറ്റ് ചെയ്ത്. ഡെയിലി യൂസ് എടുക്കാനുള്ള ലഗേജ് ഏറ്റവും മേളിൽ വയ്ക്കുക. ബാക്കിയുള്ള ലഗേജുകൾ നമുക്ക് എപ്പോഴും എടുക്കേണ്ടതായിട്ടില്ലല്ലോ. അപ്പോൾ ഹോട്ടലിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ആ തുണി ഡെയിലി ഡ്രസ്സ് മാറാനുള്ള ലഗേജ് മാത്രം എടുത്തുകൊണ്ട് ഹോട്ടലിലോട്ട് പോയാൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രസ്സിനെ കുറിച്ചുള്ള നമ്മുടെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരിക്കേണ്ടത് ലോങ് ട്രിപ്പിന് പോകുമ്പോൾ അടുത്ത അത്യാവശ്യമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് ആണ്. അതായത് നമുക്ക് ട്രാവൽ തുടങ്ങുമ്പോൾ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ തലവേദന വരിക, അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരിക, ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എപ്പോഴും വണ്ടിക്കുള്ളിൽ തന്നെ കരുതുന്നതാണ് നല്ലത്. അതൊരു ബോക്സിനകത്താക്കി വെക്കുക. അസിഡിറ്റിയുടെ മരുന്ന്, പിന്നെ വയറുവേദനയ്ക്കോ തലവേദനയ്ക്കുള്ള മരുന്ന്, അതായത് ക്രോസിൻ പോലെയുള്ള സാധനങ്ങൾ കരുതണം. പിന്നെ തൊണ്ടവേദന, നമ്മളിപ്പോൾ ജലദോഷം, കോൾഡിനുള്ള മരുന്നുകൾ അങ്ങനെയൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. വയറിളക്കം അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള മരുന്നുകൾ കരുതുന്നതായിരിക്കും. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാകും, അതായത് ഷുഗർ, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ളത്. അപ്പോൾ അതിനുള്ള മെഡിസിൻസും എടുക്കാനും ബോക്സിനകത്ത് വയ്ക്കാനും മറക്കരുത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഫുഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഫുഡ് നമ്മളെപ്പോഴും ഫസ്റ്റ് ഡേയിൽ കരുതുന്നതാണ് നല്ലത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളും ആദ്യത്തെ ദിവസത്തിനുള്ള ഫുഡ് ഞങ്ങൾ കരുതുകയാണ് ചെയ്തത്. ഹോട്ടലിൽ നിന്ന് കഴിച്ചില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോരാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോരുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ഡേ രണ്ടാമത്തെ ദിവസം തൊട്ടാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചത്. പിന്നെ ചില സ്ഥലങ്ങളുണ്ട് നമുക്ക് ഹോട്ടൽസോ ഡാബകളോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കഴിക്കാനും അങ്ങനെ വിശക്കുവാണെങ്കിൽ പെട്ടെന്ന് വിശന്നാൽ എമർജൻസിക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്നാക്സോ അല്ലെങ്കിൽ ബ്രെഡും ജാമും ഒക്കെ ബണ്ണ് അങ്ങനെയുള്ള കുറച്ച് സ്നാക്സ് ഐറ്റംസ് കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ വെള്ളത്തിനായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തത് 20 ലിറ്ററിൻ്റെ ബോട്ടിലുണ്ടല്ലോ വാട്ടറിൻ്റെ, അത് ഞങ്ങൾ കരുതുകയാണ് ചെയ്തത് വണ്ടിയിൽ. അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം പകരാനായിട്ട് ഓരോ ലിറ്ററിൻ്റെ ചെറിയ കുപ്പികളും കൂടെ കരുതിയിരുന്നു. അപ്പം വലിയ ബോട്ടിലിൽ നിന്ന് പകർന്ന് യൂസ് ചെയ്യാൻ അത് ഞങ്ങൾക്ക് വളരെയധികം എളുപ്പമായിരുന്നു. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻസും, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. പിന്നെ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തതും ഒക്കെ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പെപ്പർ സ്പ്രേ കരുതിയിരുന്നു. എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എടുക്കാമല്ലോ എന്ന് കരുതി. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഉണ്ടായില്ല. നമ്മുടെ എൻ്റയർ ജേർണി ആണെങ്കിൽ സേഫായിരുന്നു. പിന്നെ വണ്ടിയുടെ പേപ്പറുകളും ബുക്കും കാര്യങ്ങളും ഒക്കെ മറക്കാതെ എടുത്തു വെക്കണം. അതായത് ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടിയുടെ കാര്യങ്ങൾ, എല്ലാ പേപ്പറുകളും മറക്കാതെ അത് എപ്പോഴും എടുക്കാൻ പറ്റുമത്തിന്, അതായത് ഡാഷിനകത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും സൗകര്യപ്രദം. ഇടയ്ക്ക് ചെക്ക്
ചെക്കിങ്ങോ വല്ലതും വരുവാണെങ്കിൽ എടുത്ത് നമുക്ക് കാണിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഒരു പോയ ജേർണിയിൽ 1-2 തവണയേ ഞങ്ങൾക്ക് കാണിക്കേണ്ടി വന്നുള്ളൂ. ജസ്റ്റ് അവർ നോക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഡീറ്റെയിൽ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പേപ്പർ നോക്കി എന്നേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ സീറ്റ് ബെൽറ്റുകളൊക്കെ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, മറക്കാതെ. ഇപ്പോൾ ബാക്ക് സൈഡിലെയും സീറ്റ് ബെൽറ്റ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അതും കൂടി എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് എല്ലാം ധരിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ റോഡിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് നോർത്തിലോട്ടൊക്കെ പോകുന്നു കഴിയുമ്പോഴത്തേനും കന്നുകാലികൾ ഒരു ശല്യം ഉണ്ടാവാറുണ്ട്. ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്പീഡിൽ അധികം എടുക്കാതിരിക്കുക. പിന്നെ ഘാട്ട് സെക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പോലീസുകാർ പറയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ അനുസരിച്ച് മാക്സിമം പോരാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നും ആൾക്കാർ ശ്രദ്ധിക്കാറൊന്നും ഇല്ല. ഞങ്ങൾ പോന്നപ്പോൾ ആണെങ്കിലും കണ്ടതൊക്കെ അങ്ങനെയാണ്. എല്ലാവരും ഭയങ്കര ഓവർ സ്പീഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളും ഞങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം റോഡിൽ എല്ലാവരും ട്രാഫിക് റൂൾസ് പാലിച്ച് വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറേയധികം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇടവിട്ട് വണ്ടി നിർത്തി ഒന്ന് എണീറ്റ് നിൽക്കുവോ കുറച്ച് ഒന്ന് നടക്കുകയോ ഒക്കെ ചെയ്യുക. വെള്ളമൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ. കാരണം നമ്മൾ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണം തോന്നും, ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവരും തന്നെ, ഡ്രൈവർ മാത്രമല്ല എല്ലാവരും തന്നെ അതിന് ശ്രദ്ധിക്കണം. കാരണം കൂടെ ഇരിക്കുന്നവർ കാണുമ്പോൾ തന്നെ നമുക്ക് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല ആക്റ്റീവായിട്ടൊക്കെ മാക്സിമം ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുകയും വിശക്കുവാണെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ എടുത്ത് കഴിക്കുകയും ഡാബകളുണ്ടെങ്കിൽ അവിടെ കയറി ഫുഡ് കഴിക്കുകയും ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്യുക. ഇങ്ങനെ എല്ലാവർക്കും ഫുഡൊന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവർക്കൊന്നും നമ്മുടെ നോർത്തിലോട്ട് പോരുമ്പോൾ ഫുഡൊന്നും അധികം പിടിച്ചൊന്നും വരത്തില്ല. കാരണം അതിൻ്റെ ടേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിടിച്ചൊന്നും വരത്തില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ചപ്പാത്തിയും പിന്നെ ഈ തൈര് കണക്കുള്ള സാധനങ്ങൾ, തൈരൊക്കെ കിട്ടും, അതൊക്കെ കഴിച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ലോങ് ട്രാവൽ ജേർണി പോകുമ്പോൾ നമ്മൾ മാക്സിമം ഗോൾഡ് ധരിച്ചുകൊണ്ട് പോകാതിരിക്കുക. അത് സേഫായിരിക്കും മാക്സിമം. കാരണം ഹോട്ടലുകളിലൊക്കെ പോകണം, പിന്നെ നമുക്കറിയത്തില്ലാത്തൊരു സ്റ്റേറ്റും കാര്യങ്ങളും വഴികളും ഒക്കെയാണ്. അതൊക്കെ സേഫായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഗോൾഡ് ധരിച്ചുകൊണ്ട് പോകാതിരിക്കുന്നത്. പിന്നെ അതൊക്കെ കൊണ്ടുപോകുന്നെങ്കിൽ തന്നെ ബാഗിൻ്റെ ഉള്ളിൽ സേഫായിട്ട് വയ്ക്കുക. വണ്ടിയിൽ ഹോട്ടലിലേക്കൊക്കെ പോകുമ്പോൾ മറക്കാതെ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പോകാനും ശ്രമിക്കണം. പിന്നെ ക്യാഷ് അധികം നമ്മൾ കരുതാത്തതാണ് നല്ലത്. ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്മൾക്ക് സ്കാൻ ചെയ്യാനുള്ള അവൈലബിലിറ്റി എല്ലാ ഹോട്ടൽസിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത്യാവശ്യം കുറച്ച് പൈസ മാത്രം കയ്യിൽ വെക്കുക. ഫോണും ചാർജറും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് വെക്കാനും കൊണ്ടുപോകാനും മറക്കാതെ തലേദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ചൂടുവെള്ളമൊക്കെ കുടിക്കണം എന്നുള്ളവർ ഒരു കെറ്റിലും കൂടെ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കുറവ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ഹോട്ടലിലൊക്കെ നമുക്ക് ചൂടുവെള്ളം കെറ്റിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഒരു ഫ്ലാസ്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി യാത്രയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ലേഡീസ് പോകുന്നവർക്ക് ഒരു ടെൻഷനുള്ള കാര്യമായിരിക്കും ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. അതിനൊന്നും ടെൻഷൻ്റെ കാര്യമില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഗവൺമെൻറ് റെസ്റ്റിനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ അല്ലാത്തടത്ത് തന്നെയാണെങ്കിലും പെട്രോൾ പമ്പുകളിൽ കൂടിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ. ഒട്ടുമിക്ക പെട്രോൾ പമ്പുകളിലേതും നീറ്റായിരുന്നു ഞങ്ങൾ പോയത്. പിന്നെ റെസ്റ്റ് ഹൗസുകളിലൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. പിന്നെ നല്ല നല്ല ഹോട്ടൽസുകളിൽ നമ്മൾ ഡാബകളിലൊക്കെ കഴിക്കാൻ പോകുന്നിടത്ത് അതും നല്ല നീറ്റായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ടോയ്ലറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും ഓർത്തും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ഇത്രയൊക്കെ ആണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ലോങ് ജേർണിക്ക് പോകുമ്പോൾ. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻ്റ് അയച്ചാൽ മതി. ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്ന കാര്യങ്ങൾ. എല്ലാം തന്നെ കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിലൂടെ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് എൻകറേജ്മെൻറ്റും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.